ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി സൃഷ്ടിച്ച ആ ഒരു ഹ്യൂജ് വോളറ്റിലിറ്റിയിൽ ഒരു ഘട്ടത്തിൽ നിഫ്റ്റി 24,932 വരെ പോയിരുന്നു. 25,000 താഴെ ക്രോസ് ചെയ്ത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിൽ നിഫ്റ്റി പോയിരുന്നു. എന്നാൽ ഒടുവിൽ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു റിക്കവറി നിഫ്റ്റിയിൽ ഉണ്ടായിട്ട് കാണാം. അപ്പോൾ ആഫ്റ്റർനൂൺ സെഷനിൽ ആണ് ആ ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയുക. 25,175 നിഫ്റ്റി ഫൈനലായിട്ട് ക്ലോസ് ചെയ്തായിട്ടും കാണാം. ഇപ്പോൾ ഒരു 126 പോയിന്റിൻ്റെ ഒരു പോസിറ്റീവ് മൂവാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. അപ്പോൾ അവസാന നിമിഷം നിഫ്റ്റിയിലുണ്ടായ ആ ഒരു റിക്കവറിക്ക് തീർച്ചയായിട്ടും നന്ദി പറയേണ്ടത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീലാണ്. ഇന്ന് NSEയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1,632 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1,566 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. അതായത് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ കൂടുതലായിരുന്നു. അപ്പോൾ ബ്രോഡ് മാർക്കറ്റുകളൊക്കെ പച്ചകത്തി നിന്നപ്പോൾ സെക്ടറുകളിൽ ഇന്ന് ഒരു താരമായത് മെറ്റൽ സ്റ്റോക്കുകളാണ്. 3% കൂടുതൽ ഒരു റാലി നമുക്ക് മെറ്റൽ ഇൻഡെക്സിൽ കാണാൻ കഴിയും. കൂടാതെ ബാങ്കിങ് സ്റ്റോക്കുകളിലും നല്ല മുന്നേറ്റം ഇന്നുണ്ടായി. അപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകളിലെ ആ ഒരു പോസിറ്റീവ് മൊമെന്റം ഉണ്ടാക്കിയത് ആക്സിസ് ബാങ്ക് ആണ്. 6% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഇന്ന് ആക്സിസ് ബാങ്കിൽ ഇൻട്രാഡേയിൽ ഉണ്ടായി. അപ്പോൾ ഇത് കഴിഞ്ഞ 18 മാസത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വമ്പിച്ച മൂവ് ആക്സിസ് ബാങ്ക് സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ റിസൾട്ടിൽ അതിന്റെ ക്വാർട്ടർലി പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജമ്പാണ് ഈ ഒരു മാസീവ് ആയിട്ടുള്ള മുന്നേറ്റത്തിന് കാരണമായത്. കൂടാതെ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ലോൺ ഗ്രോത്തും ഈ സ്റ്റോക്കിന്റെ റിസൾട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് ആ സ്റ്റോക്കിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലെയുള്ള ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് അവരുടെ ന്യൂട്രൽ എന്നുള്ള ടാർഗറ്റ് ബൈ എന്ന ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഗ്രോത്ത് സാധ്യതകളും അതേപോലെ അതിൻ്റെ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുള്ള അസറ്റ് ക്വാളിറ്റിയുമാണ് ഈ രീതിയിലുള്ള ഒരു റേറ്റിംഗ് ഉയർത്താൻ സിറ്റിയെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ മെറ്റൽ ഇൻഡെക്സ് ശക്തമായ മുന്നേറ്റത്തിന് കാരണമായത് JSW സ്റ്റീലിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ JSW സ്റ്റീലിൻ്റെ റിസൾട്ടുകൾ അത് സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു റിസൾട്ടായിരുന്നു. അപ്പോൾ അതിനോട് വളരെ പോസിറ്റീവായിട്ട് മാർക്കറ്റ് പ്രതികരിച്ചതായിട്ട് കാണാം. 4% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്ക് ഇന്ന് ഇൻട്രാഡേയിൽ കാണാൻ കഴിഞ്ഞു. ഇന്ന് നിഫ്റ്റിയിലെ കാര്യമായിട്ട് പുറകോട്ട് പോയ ഒരു ഇൻഡെക്സ് ഓട്ടോ ഇൻഡെക്സ് ആണ്. അപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവിടെ 5% ഫോള് കാണിച്ചതായിട്ട് കാണാം. അപ്പോൾ 2025 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോയതായിട്ടും കാണാം. അപ്പോൾ ഇത്തരത്തിൽ മഹീന്ദ്രയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഫോളിന് കാരണമായിട്ടുള്ളത് ഈ ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടഡ് കാറുകളുടെ ഡ്യൂട്ടി വലിയ തോതിൽ സ്ലാഷ് ചെയ്തത് അത് ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള കാർ മേക്കേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന ഒരു അസംഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ 5 വർഷത്തെ ഒരു ഇമ്പോർട്ട് സ്ലാഷാണ് പ്രത്യേകിച്ച് യൂറോപ്യൻ ബ്രാൻഡുകളായിട്ടുള്ള വോക്സ് വാഗൺ, റിനോൾട്ട്, മെഴ്സിഡസ് ബെൻസ്, BMW പോലെയുള്ള കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മഹീന്ദ്രയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള കാറുകളെയാണ് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുക. അപ്പോൾ മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് ബ്രാൻഡുകളൊക്കെ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്നത് കൊണ്ട് ഇത് ആ സ്റ്റോക്കിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം വലിയ കോമ്പറ്റീഷൻ ഇന്ത്യൻ കാർ കമ്പനികൾ ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുമായിട്ട് നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഫോളിന് കാരണമായത്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലെ ഒരു സ്മാർട്ട് റിക്കവറിക്ക് കാരണമായതും തകരാതെ മാർക്കറ്റിനെ പിടിച്ചിർത്തിയതുമൊക്കെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീലാണ്. അത് കുറച്ച് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റാണ്. കാരണം കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ട ട്രേഡിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്രീഡം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ മാരത്തോണായിട്ടുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഇത്തരം ഒരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡിയും അതുപോലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻ്റായിട്ട് ഉർസുല വാൻ ദെ ലയനും അതുപോലെ ആന്റോണിയോ കോസ്റ്റയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഡീൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ഏകദേശം 90% ഇന്ത്യൻ ഗുഡ്സിൻ്റെ മേലും ഓൾമോസ്റ്റ് 0% താരിഫിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അത് 90 നിന്നും 93% ആയിട്ട് അടുത്ത 7 വർഷത്തിനുള്ളിൽ ഉയരുമെന്നും ഡീലിൽ പറയുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള പല സെഗ്മെൻറ്റിലുള്ള എക്സ്പോർട്ടിനും ഏകദേശം 99.5% എക്സ്പോർട്ടിനും ഏതെങ്കിലും വിധത്തിലുള്ള താരിഫ് കൺസെഷനും അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്ത്യ US ഫ്രീ ട്രേഡ് ഡീൽ 2 ഭാഗത്തും മൊത്തം ഇല്ലാതാകാൻ പോകുന്ന ആ ഒരു താരിഫിൻ്റെ ആ റവന്യൂ അത് നോക്കുകയാണെങ്കിൽ ഏകദേശം $2 ബില്യൺ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആയിട്ടുള്ള മറൈൻ പ്രൊഡക്റ്റുകൾ, കെമിക്കൽസ്, പ്ലാസ്റ്റിക്, റബ്ബർ, ലെതർ, ഫുട്വെയർ, ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, ബേസ് മെറ്റൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി അങ്ങനെ തുടങ്ങി മെജോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ഗുഡ്സിലും ഈ രീതിയിലുള്ള 0% താരിഫിലേക്കാണ് പോകുന്നത്.
അപ്പോൾ ഇത് യൂറോപ്യൻ മാർക്കറ്റിൽ അവർ നല്ല തോതിലുള്ള കോമ്പറ്റീഷൻ നേരിടും. അപ്പോൾ ഒരു ആവറേജ് താരിഫ് റേറ്റ് ഇന്ത്യൻ ഗുഡ്സിൻ്റെ മേലെ യൂറോപ്പിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് 3.8% നിന്നും 0.1%ലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇപ്പോൾ US ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന താരിഫിൻ്റെ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിൽ വളരെയധികം തളർന്നു കിടക്കുകയായിരുന്ന ഇന്ത്യൻ എക്സ്പോർട്ട് വിപണിയിൽ വലിയൊരു ഉണർവാണ് ഈ ഒരു ഡീൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അഗ്രികൾച്ചർ മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളായിട്ടുള്ള ഡയറി മേഖല, അതേപോലെ സെറീൽസ്, പൗൾട്രി, സോയമീൽ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഈ മേഖലയിലൊന്നും താരിഫ് കട്ട് ഇന്ത്യ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെ ഈ ഒരു മേഖല സേഫ് ഗാർഡായിട്ട് നിർത്താൻ ഇന്ത്യക്ക് സാധിച്ചു. എന്നാൽ ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് എക്സ്പോർട്ട് സാധനങ്ങളായിട്ടുള്ള ടീ, കോഫി, സ്പൈസസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് തുടങ്ങിയ പ്രോസസ്ഡ് ഫുഡ്സിന് യൂറോപ്യൻ യൂണിയനിലുള്ള 27 രാജ്യങ്ങളിലൂടെ വലിയൊരു മാർക്കറ്റ് ആക്സസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ഡീലിലൂടെ ഇന്ത്യക്ക് ലഭിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകളിൽ പ്രധാനമായിട്ട് താരിഫ് കട്ട് നടന്നിട്ടുള്ളത് അഗ്രി ബേസ്ഡ് ഫുഡ് ഇമ്പോർട്ട്സ് ആയിട്ടുള്ള വൈൻസ്, സ്പിരിറ്റ്സ്, ബിയർ, ഒലീവ് ഓയിൽ, പ്രോസസ്ഡ് ഫുഡ്സ് അത് 150% നിന്ന് ഏകദേശം 20% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ലിക്കർ കമ്പനികൾ, സ്പിരിറ്റ്സ് കമ്പനികൾക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇത് സ്വാഭാവികമായിട്ടുണ്ടാക്കും. ഇത് കൂടാതെ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ കാറുകളെ അതിൻ്റെ താരിഫ് വലിയ തോതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഭൂരിഭാഗം ഇമ്പോർട്ടഡ് യൂറോപ്യൻ കാറുകളുടെയും 30-35% എന്ന ലെവലിലുള്ള താരിഫ് ഏകദേശം 10% നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് കുറക്കുമെന്നാണ് ഈ ഡീലിൽ പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ വിപണിയിൽ ഇത് ശക്തമായൊരു കോമ്പറ്റീഷൻ സൃഷ്ടിക്കും. എന്നാൽ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ ഇത് പോസിറ്റീവാണ്. കാരണം ടാറ്റയുടെ മേജർ ബിസിനസ് ആയിട്ടുള്ള ജാഗ്വാർ ലാൻഡ് റോവറിന് ഇത് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള നല്ല ഒരവസരം ഒരുക്കിയിരിക്കുകയാണ്. ഇത് കൂടാതെ ഡിജിറ്റൽ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിലെ IT മേഖലകളിൽ ഫൈനാൻഷ്യൽ സർവീസസ്, മാരിടൈം, പ്രൊഫഷണൽ സർവീസസ്, എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെയുള്ള ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റും ഈ ഒരു ഡീലിൽ വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല IT കമ്പനികൾക്കും ഇത് ബെനിഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം 40-ലധികം സ്റ്റോക്കുകൾ ചില റിസർച്ച് ഏജൻസികൾ ഐഡൻറ്റിഫൈ ചെയ്തതായിട്ട് കാണാം. അതിൽ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് മേഖലയിലുള്ള, പ്രത്യേകിച്ച് സീ ഫുഡ് എക്സ്പോർട്ട് മേഖലയിലുള്ള അവന്തി ഫീഡ്സ്, അതുപോലെ അപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ, അതേപോലെ ഭാരത് ഫോർജ്, ടാറ്റ മോട്ടോഴ്സ്, സോണ BLW, പ്രസിഡന്റ് ഫോർജിങ്, സംവർദ്ധന മദേഴ്സൺ, എൻട്രൻസ് ടെക്നോളജി പോലെയുള്ള ഓട്ടോ ആക്സിലറി, അതേപോലെ ഓട്ടോ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിലും ഇത് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. കൂടാതെ റെയിൻ ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്റ്റോക്കുകളിലും ഇത് പോസിറ്റീവാണ്. അതേപോലെ ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെൻറ്റിലും വലിയൊരു പോസിറ്റീവായിട്ടുള്ള മുന്നേറ്റമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് മക്സാൻസ് ഫാർമ, ഡിവിസ് ലബോറട്ടറീസ്, ഗ്ലാൻഡ് ഫാർമ, അർബിന്ദോ ഫാർമ പോലെയുള്ള സ്റ്റോക്കുകൾ ഇത് പോസിറ്റീവാണ്. അതുപോലെ PTC ഇൻഡസ്ട്രീസ്, MM ഫോർജിങ്സ്, ബ്ലൂ ജെറ്റ് ഹെൽത്ത് കെയർ പോലെയുള്ള സ്റ്റോക്കുകൾ, അതുപോലെ KPR മിൽസ് പോലെയുള്ള ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകൾ, കൂടാതെ ട്രൈഡൻറ്റ്, ഗോകുൽദാസ് എക്സ്പോർട്സ്, വെൽസ്പൺ ലിവിങ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് പോലെയുള്ള സ്റ്റോക്കുകളിലും ഇത് വളരെയധികം പോസിറ്റീവാണ്. അതുപോലെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മേഖലയിലുള്ള പ്രിവി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള സിപ്ല പോലെയുള്ള സ്റ്റോക്കുകളിൽ ഇത് പോസിറ്റീവാണ്. കൂടാതെ IT മേഖലയിലുള്ള TCS, HCL ടെക്നോളജി, വിപ്രോ, ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളിലും ഇത് വളരെയധികം പോസിറ്റീവായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് മാർക്കറ്റിൽ പോസിറ്റീവായി വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ലാസ്റ്റ് ഫ്രൈഡേ ഏകദേശം 14% വരെ ചില അദാനി സ്റ്റോക്കുകളിൽ ക്രാഷ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇന്നൊരു തിരിച്ചുവരവ് നമ്മൾ കാണുന്നത്. ഏകദേശം 5% കൂടുതൽ ഒരു തിരിച്ചുവരവ് പല സ്റ്റോക്കുകളുണ്ടായി. പിന്നെ Nifty 50 ഏറ്റവും അധികം മുന്നോട്ട് പോയ സ്റ്റോക്കുകളിൽ അദാനി പോർട്സും അദാനി എൻ്റർപ്രൈസസും ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ അദാനിയുടെ മറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള ന്യൂഡൽഹി ടെലിവിഷൻ, അതുപോലെ ACC സിമെൻറ്റ്, അംബുജ സിമെൻറ്റ് പോലെ സ്റ്റോക്കുകളിൽ 1 മുതൽ 2% വരെയുള്ള റിക്കവറി ഉണ്ടായി. അദാനി ടോട്ടൽ ഗ്യാസിൽ ഏകദേശം 2% മുന്നേറ്റം ഉണ്ടായി. അതുപോലെ അദാനി എനർജി സൊല്യൂഷൻസും 4% മുന്നേറിയായിട്ട് കാണാം. അതുപോലെ അദാനി ഗ്രീൻ എനർജി 3%, അദാനി പവർ 1% കൂടുതൽ മുന്നോട്ട് വന്നതായിട്ട് കാണാം. ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ അദാനി സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ച് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അവർ കോടതിയിൽ ഈ ഗൗതം അദാനിയെയും സാഗർ അദാനിയെയും ഒരു കേസിൽ ലീഗലായിട്ടുള്ള സമൻസ് അയക്കാനുള്ള ഒരു പെർമിഷന് വേണ്ടി സമീപിച്ചതാണ് ഈ രീതിയിലുള്ള ഒരു ഫോൾ അദാനി സ്റ്റോക്കിലുണ്ടായത്. അപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പേ കഴിഞ്ഞ വർഷം ഇതേ ആരോപണവുമായിട്ട് കോർട്ടിൽ പല ലോയേഴ്സും സമീപിച്ചതാണ്. കാരണം അവിടെ ഏകദേശം $265 മില്യൺ ഒരു കൈക്കൂലി സ്കാമാണ് അന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സ്റ്റോക്കിൽ ഒരു ഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദാനി മാനേജ്മെൻറ്റ് ഒരു വിശദീകരണം നൽകിയ ശേഷമാണ് മാർക്കറ്റ് റിക്കവർ ചെയ്തത്. ഇപ്പോൾ അദാനി വീണ്ടും അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് മാർക്കറ്റിൽ ഈ അദാനി സ്റ്റോക്കുകൾ റിക്കവറി ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ അദാനി പറയുന്നത് ഈ ആരോപണം ടോട്ടലി ബേസ്ലെസ് ആണെന്നും
ഇതിൻ്റെ എല്ലാ ലീഗലായിട്ടുള്ള പ്രൊസീജിയറിലും നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ടെന്നുമാണ്. അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദാനി എൻ്റർപ്രൈസസ് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ മീഡിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ഡിസ്ക്ലോഷർ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് അദാനി എൻ്റർപ്രൈസസ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് അദാനി കമ്പനികൾ ഈ കേസിൽ ഒരു പാർട്ടിയല്ല എന്നുള്ളതാണ്. അപ്പോൾ സെബിയുടെ റെഗുലേഷനും ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളുടെ ഒരു ഒബ്ലിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു വിശദീകരണം യഥാർത്ഥത്തിൽ നമ്മൾ നൽകേണ്ടതില്ലെന്നും, കാരണം ഈ പറയുന്ന കേസിൽ അവരുടെ കമ്പനി ഒരു പാർട്ടിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിശദീകരണം അദാനി സ്റ്റോക്കിൽ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വൈഡായിട്ടുള്ള പൊളിറ്റിക്കൽ നെറ്റ്വർക്കും അതേപോലെ ഇൻ്റർനാഷണലി പല രാജ്യങ്ങളിലും ഉള്ള ഇവരുടെ ഒരു പ്രസൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കേസ് വളരെ ഈസി ആയിട്ട് അദാനി തരണം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.